നമസ്കാരം കൂട്ടുകാരെ. അയ്യപ്പന്റെ കവിതകൾ നൽകുന്നതായ ഒരു അനുഭവ തലം എന്ന് പറയുന്നത് വേറിട്ടൊരു അനുഭവ തലമാണ്. അതായത് സ്വന്തമായി കൂടാരമില്ലാതെ അതിനുവേണ്ടി ദാഹിക്കാതെ അനാഥത്വത്തിന്റെ വരൾച്ചയിൽ ജീവിതം അലയാൻ അനുവദിച്ചതായ കവിയാണ് അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നേരം പോക്ക് പോലെയായിരുന്നു എന്ന് വേണം പറയാൻ. വെയിലിടുന്ന പക്ഷി, ബലിക്കുറുപ്പുകൾ, പ്രവാസികളുടെ ഗീതം, ചിത്തരോഗാശുപത്രിയിലെ ദിനങ്ങൾ തുടങ്ങിയവ, ഗ്രീഷ്മം, നമുക്ക് പഠിക്കാനുള്ള ഒരു കവിത നിനക്ക് എന്ന് പറയുന്നതായ കവിത, ഇങ്ങനെ ധാരാളം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബുദ്ധനും ആട്ടിൻകുട്ടിയും, ഒരു ആട്ടിൻകുട്ടി ബുദ്ധനോട് സംസാരിക്കുന്ന രീതി, ബുദ്ധ അല്ലയോ ബുദ്ധ, കല്ലേറ് കൊണ്ടെന്റെ കണ്ണുപോയി, എനിക്ക് കാഴ്ച ലഭിക്കാൻ ഇനി എന്തു വേണമെന്ന് ബുദ്ധനോട് ചോദിക്കുന്നതായ ഒരു ആട്ടിൻകുട്ടിയുടെ വ്യഥകൾ പോലെയൊക്കെയാണ് ബുദ്ധനും ആട്ടിൻകുട്ടിയും എന്നുള്ളതായ കവിത രചിച്ചിരിക്കുന്നത്. അതുപോലെ അയ്യപ്പന്റെ കവിതകളെല്ലാം തന്നെ വളരെ ഒരു ആത്മസംഘർഷത്തോടെ അല്ലാതെ വായിക്കാനായിട്ട് പറ്റത്തില്ല. പ്രത്യക്ഷമായ അർത്ഥത്തിൽ പറയുന്ന സൂചനകൾക്കപ്പുറത്തായിട്ട് ആ പരമപ്രധാനമായ മറ്റെന്തോ യാഥാർത്ഥ്യങ്ങൾ കൂടി അയ്യപ്പൻ തന്റെ കവിതകളിലൂടെ അവതരിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ബലിയായി തുടരുക തന്നെ ചെയ്യും, ആരെങ്കിലും അതാ വേണ്ടാതിരിക്ക, ഇങ്ങനെ ഒക്കെ പറഞ്ഞതായ കവിയാണ് അയ്യപ്പൻ. ബുദ്ധനെ ബിംബമാക്കിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഇരുണ്ട മുഖത്തെ ചിത്രീകരിക്കുവാൻ ശ്രമിച്ച കവിയാണ് അയ്യപ്പൻ. ഇറങ്ങി വരാൻ പറയില്ല ഞാൻ, ഇരിക്കാൻ ഇടമില്ലാത്ത എന്റെ ദുരിതമോർത്ത്, എന്റെ ദുഃഖമോർത്ത് ഓർമ്മിക്കണം നീ മരണം വരെ ഒന്നുമില്ലാത്തവൻ നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞതോർത്ത് എന്നൊക്കെ പറഞ്ഞ് കാവ്യലോകത്തെ വിറപ്പിച്ചതായ വായിക്കുന്നതായ സമയത്ത് ഉൾക്കിടിലത്തോടെ അല്ലാതെ വായിക്കാൻ പറ്റാത്തതായ കവിതകൾ ഒന്നും തന്നെ അയ്യപ്പൻ്റെതായിട്ടില്ല. എന്റെ ജീവിതമാണ് എന്റെ പുസ്തകത്തിന്റെ ശീർഷകം എന്ന് പറഞ്ഞതായ കവിയാണ് അയ്യപ്പൻ. അതിൽ എന്റെ രക്തവും എന്റെ കണ്ണുനീരുമുണ്ട്, ഒരു ഘടികാരമാവണമെന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം, സൂചി തെറ്റി ഓടുന്നതിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞതായ കവി. തെറ്റിയോടുന്ന സെക്കൻഡ് സൂചി എന്ന് പറയുന്നതായ കവിതയിലാണ് ഈ ഒരു ശകലം. ഇതൊക്കെ വായിക്കുന്നതായ സമയത്ത് ഒന്നുകൂടി ഞാൻ പറയാം, എന്റെ ജീവിതമാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകം, ഇതിൽ എന്റെ രക്തവും കണ്ണുനീരുമുണ്ട്, ഒരു ഘടികാരമാവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം, സൂചി തെറ്റി ഓടുന്നതിൽ എനിക്ക് പങ്കില്ല. അല്ലേ, ജീവിതം എത്രമാത്രം ക്ഷണികമാണ്, വ്യഥകൾ നിറഞ്ഞതാണ് എന്നൊക്കെയാണ് ഈ കവിത നമ്മളിലേക്ക് തൊടുത്തുവിടുന്നതായ അസ്ത്രം എന്നുള്ളത്. പിന്നീട് വരുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. അല്ലെ, സീരിയലുകളിലൂടെയും സിനിമയിലൂടെയും ഒക്കെ ജനങ്ങളെ ആകർഷിച്ചതായ ഒരു വ്യക്തിത്വമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. എന്നാൽ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ തന്നെ വളരെ ശക്തമായ കവിതകളാണ്. ക്ഷോഭിക്കുന്ന പുതിയ യുവത്വത്തിന്റെ അസ്വസ്ഥതകൾ സ്വന്തം രക്തത്തിലും വികാരത്തിലും ഏറ്റുവാങ്ങിക്കൊണ്ട് കവിത എഴുതിയ ആളാണ് ഡി വിനയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ അമാവാസി, മാനസാന്ദ്രൻ, ഡ്രാക്കുള, മാപ്പുസാക്ഷി തുടങ്ങിയതായ കവിതകളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയങ്ങളാണ്. അദ്ദേഹത്തിന്റെ പ്രതിനായകൻ എന്ന് പറയുന്ന ആ ഒരു കവിതയുണ്ട്. അതിനകത്ത് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള നരേന്ദ്രപ്രസാദിനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് അല്ലെ കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയതായ കവിതയാണ്. അതുപോലെ ജോൺ എബ്രഹാമിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അദ്ദേഹം എവിടെ ജോൺ എന്ന് പറയുന്നതായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പിറക്കാത്ത മകന് എന്ന് പറയുന്ന നല്ലൊരു കവിതയാണ് കേട്ടോ. അതിനകത്ത് അദ്ദേഹത്തിന് ആത്മാംശം, ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഭാര്യയാണ് വിജയലക്ഷ്മി ചുള്ളിക്കാട്. ആ രണ്ടുപേരും തമ്മിലുള്ളതായ പ്രണയവും ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായ വിവാഹം, തുടർന്നുള്ളതായ കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതായ കവിതയാണ് പിറക്കാത്ത മകന് എന്നുള്ളത്. ആ നല്ലൊരു കവിതയാണ് കേട്ടോ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ സമ്പൂർണ്ണ കവിതകൾ കിട്ടുവാന്നെ വായിക്കണം. പിറക്കാത്ത മകൻ, അദ്ദേഹത്തിന്റെ ജീവ അംശമുള്ള കവിതകൾ ധാരാളമുണ്ട്. അതില് നമ്മളെ വല്ലാതെ ആകർഷിച്ചതായ ഒരു കവിതയാണ് പിറക്കാത്ത മകന് എന്നുള്ളത്. ആധുനിക കേരളീയ സമൂഹത്തിലെ വർഗവൈരുദ്ധ്യങ്ങളുടെ വിക്ഷുബ്ധത ലോകവുമായി തന്റെ കവിതയെ സൂക്ഷ്മമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം തന്റെ കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾക്ക് അർഹൻ കൂടിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമുക്ക് അംഗീകരിക്കാതെ പോകുവാനായിട്ട് സാധിക്കത്തില്ല. ചൂടാതെ പോയി നിനക്കായി ഞാൻ എൻ്റെ ചോര ചാറി ചുവപ്പിച്ചൊരൻ പനിനീർ പൂക്കൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയ താളങ്ങളെ കുറച്ചു നേരത്തേക്ക് കൈവിരലിട്ട് അമ്മാനമാടി കളിച്ചതായ കവി കൂടിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹത്തിന്റെ കവിതകള് വായനക്കാരനെ ഹരം പിടിപ്പിക്കുന്നു എന്ന് പറയേണ്ടതാണ്. പിന്നെ അതുപോലെ പിന്നീട് ഇങ്ങോട്ട് കുറെ പേരുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പുതിയ തലമുറകളിലേക്ക്
കടക്കേണ്ടതുണ്ട്. ആധുനിക കവികളിൽ നിന്ന് നമ്മൾ ഇതാ പിന്നീട് ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ വരുമ്പോഴേക്ക് ഉത്തരാധുനിക കവികളായി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഉത്തരാധുനിക കവിതകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിന്റെ ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. വളരെ ചെറിയ കവിതയാണ്. ഉത്തരാധുനികത കടന്നു വരുമ്പോഴേക്കും കവിതയില് അതുവരെ വലിയ വലിയ കവിതകൾ ചമച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് കവിത പെട്ടെന്ന് വഴിമാറുകയും ഒരു ചെറിയ തീം എടുത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഈ ചെറിയ തീം എന്ന് പറയുന്നത് തന്നെ എന്താണ്, പിന്നെ സമൂഹത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെയാണ് കാവ്യലോകത്തേക്ക് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പം ഉത്തരാധുനികതയുടെ വക്താവായി കടന്നു വരുന്ന ആളാണ് റഫീഖ് അഹമ്മദ്. ആത്മഭാഷണത്തിന്റെ സാമൂഹിക തലങ്ങളിലേക്ക് ഉള്ള വികാസമാണ് റഫീഖ് അഹമ്മദ് തന്റെ കവിതകളിലൂടെ നടത്തിയത്. തോരാമഴ, ആൾമറ, മഴ കൊണ്ട് മാത്രം, പാറയിൽ പണിയുന്നത്, സ്വപ്നവാങ്മൂലം, ഗ്രാമവർഷത്തിലെ വവ്വാല് കേട്ടോ. ഗ്രാമവർഷത്തിലെ കുയിൽ എന്ന് പറയുന്നത് കുമാരനാശാൻ എഴുതിയതായ കവിതയാണ്. SNDPയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ്. അപ്പൊ റഫീഖ് അഹമ്മദിന്റെ ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ എന്ന് പറയുന്ന കവിത. ഇങ്ങനെ ഉത്തരാധുനിക പ്രവണതകൾ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയതായ കവിതകളാണ് റഫീഖ് അഹമ്മദിന്റെ കവിതകൾ. കൂടുതൽ അഴുക്കില്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്. റഫീഖ് അഹമ്മദിനെ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത് റഫീഖ് അഹമ്മദിന്റെ ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്, പിന്നെ മൊബൈൽ ഫോൺ എന്നുള്ളത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് അഴുക്കില്ലം എന്ന് പറയുന്നതായ നോവല്. അപ്പൊ ഉത്തരാധുനികതയുടെ വ്രണങ്ങളും വ്യഥകളും ഒക്കെ നഗ്നമായ മനസ്സുകളിലേക്ക് കോറിയിട്ടതായ കവി കൂടിയാണ് റഫീഖ് അഹമ്മദ്. പിന്നീട് ഇങ്ങോട്ട് TP രാജീവ്, PP രാമചന്ദ്രൻ. PP രാമചന്ദ്രന്റെ കാണക്കാണ എന്ന് പറയുന്നതായ കവിത. പിന്നെ അതുപോലെ ഒരു സുപ്രഭാതത്തില് പിന്നെ താൻ മുന്നിൽ കണ്ട തന്റെ വീടിന്റെ പടിക്കലുണ്ടായിരുന്ന കുന്ന് അപ്രത്യക്ഷമായി, അതിനെപ്പറ്റി പറയുന്നതായ കവിത. ഇതൊക്കെ PP രാമചന്ദ്രന്റെ കവിതകൾ കൂടുതലും പരിസ്ഥിതിയോട് ഇണങ്ങി നിൽക്കുന്നതായ കവിതകളാണ്. പിന്നെ അടുത്തത് പവിത്രൻ തീക്കുനി. എടുത്തു പറയേണ്ടതായ ഒരു കവിയാണ് പവിത്രൻ തീക്കുനി കേട്ടോ. വളരെ ദാരിദ്ര്യമായ ചുറ്റുപാടിൽ വളർന്നു വന്ന് ദാരിദ്ര്യത്തിന്റെ പിന്നെ അരക്ഷിതാവസ്ഥയുടെ പിന്നെ ഇല്ലായ്മകളുടെ എല്ലാം പിന്നെ യഥാർത്ഥ മുഖത്തെ അനുഭവിച്ചറിഞ്ഞതായ കവിയാണ് പവിത്രൻ തീക്കുനി. തിക്കുനിയൻ കവിതകൾ എന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കവിതകളെയൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കവിതകള് സമൂഹത്തിൽ ചെലുത്തിയതായ സ്വാധീനം വളരെയധികം ശ്രദ്ധേയമാണ്. പിന്നെ അതുപോലെ ആ ഒരു റഫീഖ് അഹമ്മദ്, പിന്നെ പവിത്രൻ തീക്കുനി, അതുപോലെ ആ ഒരു ഗണത്തിൽപ്പെട്ടതായ കവിയാണ് വീരാൻകുട്ടി എന്ന് പറയുന്ന കവി. പിന്നെ അതുപോലെ മോഹനകൃഷ്ണൻ കാലടി, പിന്നെ അതുപോലെ മുരുകൻ കാട്ടാക്കട. നമുക്ക് എല്ലാവർക്കും അല്ലേ മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ആ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോയ കവിയാണ് മുരുകൻ കാട്ടാക്കട. ഇങ്ങനെ കവിതയുടെ വലിയ ഒരു ശൃംഖല. പിന്നെ പെൺകവികളും ഉണ്ട്. വിജയലക്ഷ്മി ചുള്ളിക്കാട്, ഗിരിജ, പിന്നെ OV ഉഷ, സാവിത്രി രാജീവൻ, ലളിതാലെനിൻ, പിന്നെ റോസ്മേരി. ചാഞ്ഞു പെയ്യുന്ന മഴ എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു കവിത പഠിക്കാണ്ട്. റോസ്മേരി, പ്രമീള ദേവി, രാജലക്ഷ്മി എന്ന് തുടങ്ങി പുതുകവിതകളുടെ കൂട്ടത്തിൽ അല്ലെ പുതുകവികളുടെ കൂട്ടത്തിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അപ്പൊ നമ്മളൊരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിയത്. കവിതയിലൂടെയുള്ളൊരു പിന്നെ ഒരു എത്തിനോട്ടം അത്രമാത്രമേ നമ്മൾ നടത്തിയുള്ളൂ. അങ്ങനെ നമ്മൾ പ്രാചീനതയിൽ നിന്ന് തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന ഉത്തരാധുനികത വരെ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ കാവ്യലോകം, വിശാലമായ കാവ്യലോകമാകുന്ന കടലിന്റെ മുന്നിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ ജലം മാത്രമേ നമ്മൾ കോരിയെടുത്തിട്ടുള്ളൂ. അപ്പം ആ വിശാലത അങ്ങനെ തന്നെ കിടക്കുകയാണ്. ആ കൈക്കുമ്പിളിൽ നിങ്ങൾക്ക് ലഭിച്ചതായ ആ ജലം കൊണ്ട് ഒരു കടലാകുന്നില്ല. ഞാൻ ഈ പറഞ്ഞു തന്ന അറിവ് ഒന്നുമേ അല്ലെന്ന് എനിക്കറിയാം. വെറുതെ ഓരോ മുകളിലൂടെ പറഞ്ഞു പോവുക മാത്രമേ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് കൂടുതൽ പുസ്തകങ്ങൾ റെഫർ ചെയ്യാം, വായിക്കാം, മനസ്സിലാക്കാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്.